കാത്തു, കാത്തു എണീക്ക് മോളെ. ഈ കുട്ടി വിളിച്ചാലും എണീക്കില്ല. കാത്തു എണീക്ക. അമ്മേ. ആഹാ, എണീറ്റോ? മുത്തശ്ശിക്ക് വയ്യ. അച്ഛനും അമ്മയും അങ്ങോട്ട് പോവാ. വൈകിട്ടേ വരൂ. രണ്ടുപേരും ഇവിടെ തന്നെ ഇരുന്നോണം. ആ കാത്തു, അമ്മ ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കിട്ടൂനെടുത്ത് കൊടുക്കണേ. മോളും കഴിച്ചോണം കേട്ടോ. അമ്മ പോയിട്ട് വരാം. വാ വാ, നമുക്കിറങ്ങാം. കാത്തു, കിട്ടൂനെ നോക്കിക്കോണം കേട്ടോ. അമ്മേ, അമ്മേ, അമ്മ എവിടെ? ചേച്ചി, അമ്മ എവിടെ? അച്ഛനും അമ്മയും ഒരു സ്ഥലം വരെ പോയി. വൈകിട്ടേ വരൂ. വാ കിട്ടു, നമുക്ക് ആഹാരം കഴിക്കാം. എനിക്ക് വേണ്ട, എനിക്ക് അമ്മയുടെ കൂടെ പോയാ മതി. അമ്മ കിട്ടൂന് പാവ വാങ്ങിച്ചുകൊണ്ട് വരും. കിട്ടു നല്ല കുട്ടിയല്ലേ? അല്ല, എനിക്ക് പോണം. തുറക്ക്, തുറക്ക്. ചിരിക്കണ്ട. ഇനി ചിരിക്കോ? അയ്യോ, എടാ നോവിക്കാതെടാ. ശരിയാക്കും ഞാൻ. നീ എന്തിനാ ഇങ്ങനെ ദേഷ്യം കാട്ടുന്നേ? ഇനി ഞാൻ നല്ലത് തരും. ഞാൻ ആഹാരം എടുത്തു വെക്കും. നീ വേണമെങ്കിൽ കഴിച്ചോ. എനിക്ക് വേണ്ട. വിശക്കുമ്പോ കഴിച്ചോളൂ. കാത്തു, കാത്തു, വാ കാത്തു. നിക്ക്, കിട്ടു പിണങ്ങിയിരിക്കുവാ. ഞാനൊന്ന് നോക്കട്ടെ. നീ വാ, നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. ഉറപ്പാണല്ലോ? ആ, ഉറപ്പ്. എടാ നിക്കടാ. അപ്പു, ദാ ഞാനും വരുന്നു. ചേച്ചി, ചേച്ചി, ചേച്ചി എവിടെ? ചേച്ചി എന്നെ കളഞ്ഞിട്ട് പോയി. ഞാൻ അമ്മയെടുത്ത് പോകുവാ. അയ്യോ, അപ്പു, ഞാനിതാ വരുന്നു. കിട്ടു, കിട്ടു, കിട്ടു. അയ്യോ, കിട്ടു എവിടെ പോയി? കിട്ടു, ചേച്ചി, എന്തിനാ കിട്ടു നീ ഇങ്ങോട്ട് വന്നത്? ഞാൻ അമ്മയെ നോക്കി വന്നതാ. ചേച്ചി എന്നെ ഇട്ടേച്ച് പോയില്ലേ? നീ പിണങ്ങിയോണ്ടല്ലേ? വാ, നമുക്ക് വീട്ടിൽ പോകാം. അമ്മ വൈകിട്ടേ വരൂ. കിട്ടു, നീ എന്താ ഒന്നും കഴിക്കാത്തെ? എനിക്കെന്താ ചേച്ചി വാരിത്തരാത്തെ? ഇങ്ങനെ വാശി പിടിക്കാതെ. അമ്മ ഇന്നില്ലല്ലോ. കഴിക്ക്, കഴിക്ക് കിട്ടു.
ഇന്ന് നിന്റെ അമ്മ ഞാനാ. ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ കിട്ടൂ. അച്ഛനും അമ്മയും വന്നില്ലല്ലോ ചേച്ചി. അമ്മ വരും കിട്ടൂ, നീ ഉറങ്ങിക്കോ. അച്ഛനും അമ്മയും വന്നില്ലെങ്കിൽ നാളെ കിട്ടൂന് എന്ത് കൊടുക്കും? അമ്മേ, കാത്തു, 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 എവിടെ പോയി? കാത്തു, കാത്തു, കാത്തു എവിടെ കിട്ടു? ചേച്ചി ഇപ്പൊ വരും. ഈ കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കി ഇവൾക്ക് എങ്ങനെ പോവാൻ തോന്നി? ഇനി വരട്ടെ, ഇന്ന് ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. കിട്ടൂന് മീൻ പിടിക്കാൻ പോയതാ. അവൻ വിശന്ന് കരഞ്ഞാലോ? എന്റെ കാത്തുകുട്ടി, ഇപ്പഴാ നീ ശരിക്കും ഒരു ചേച്ചിയായത്. ഉമ്മ. വെളിച്ചത്തിന്റെ പൊന്നിൻ കുടവുമായി നിത്യവും എത്തുന്നു ബാലസൂര്യൻ. ആയിരം കാന്താരി പൂത്ത പോൽ അന്തിക്കുമാനത്തു നക്ഷത്ര പൂക്കൾ കാണാം. മിന്നുന്ന പൊന്നിൻ വിളക്കുമായി അന്തിക്കും മിന്നാമിനും നിന്റെ ജാത കാണാം. മിന്നുന്ന പൊന്നിൻ വിളക്കുമായി അന്തിക്കും മിന്നാമിനും നിന്റെ ജാത കാണാം. മിന്നുന്ന പൊന്നിൻ വിളക്കുമായി അന്തിക്കും മിന്നാമിനും നിന്റെ ജാത കാണാം. ചൂടു തരുന്നതും മഞ്ഞമേകുന്നതും സൂര്യപ്രകാശമാണ് ഓർക്കണം നാം. പാരിനെ പാലമൃതൂട്ടി നയിപ്പതും സൂര്യപ്രകാശമാണ് ഓർക്കണം നാം. വെളിച്ചത്തിന്റെ പൊന്നിൻ കുടവുമായി നിത്യവും എത്തുന്നു ബാലസൂര്യൻ. വെട്ടം വരുമ്പോൾ ഇരുൾ മാഞ്ഞു പോയിടും നിഴലുകളോടി അകന്നു പോകും. വെട്ടം നമുക്കായി മഴവില്ലു തീർക്കുന്നു. വെട്ടം നിറയട്ടെ ലോകമെങ്ങും. വെളിച്ചത്തിന്റെ പൊന്നിൻ കുടവുമായി നിത്യവും എത്തുന്നു ബാലസൂര്യൻ. വെളിച്ചത്തിന്റെ പൊന്നിൻ കുടവുമായി നിത്യവും എത്തുന്നു ബാലസൂര്യൻ. പെണ്ണില കിണ്ണത്തിലൊത്തിരി പാലുമായി സന്ധ്യയ്ക്കണഞ്ഞിടും പൊന്നമ്പിളി. പെണ്ണില കിണ്ണത്തിലൊത്തിരി പാലുമായി സന്ധ്യയ്ക്കണഞ്ഞിടും പൊന്നമ്പിളി. വെളിച്ചത്തിന്റെ പൊന്നിൻ കുടവുമായി നിത്യവും എത്തുന്നു ബാലസൂര്യൻ. വെളിച്ചത്തിന്റെ പൊന്നിൻ കുടവുമായി നിത്യവും എത്തുന്നു ബാലസൂര്യൻ. അച്ഛാ, അച്ഛാ,
എത്തിയോ? എന്താ മാഷ ഇത്? ദേ കുറച്ച് ക്യാരറ്റ് ഉണ്ട്. ഹായ് ക്യാരറ്റ്. അമ്മേ ക്യാരറ്റ്. ഇങ്ങി വാ രണ്ടുപേരും. ഇവിടെ ഇരിക്ക. അതെടുത്ത് കടിക്കല്ലേ. ഞാൻ അതുകൊണ്ട് എന്തേലും ഉണ്ടാക്കി തരാം. അമ്മ എനിക്ക് ക്യാരറ്റ് ഹൽവ മതി. അമ്മ എനിക്ക് ജ്യൂസ്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അമ്മേ ക്യാരറ്റ് കൊണ്ട് വറ്റൽ ഉണ്ടാക്കാൻ പറ്റോ? ഉണ്ടാക്കാലോ. ബബ്ലുനോ? എനിക്ക് ക്യാരറ്റ് പായസം മതി. അല്ല, മാഷിന് എന്താ വേണ്ടേ? ഓ, എനിക്ക് സാലഡ് മതി. കൊള്ളാലോ. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതെല്ലാം കൂടി ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. 4-5 ദിവസങ്ങളിലായി ഉണ്ടാക്കും. മതിയോ? ശരി. ഇന്ന് ക്യാരറ്റ് ഹൽവ. ഇനി രണ്ടുപേരും പോയിരുന്ന് പഠിച്ചേ. ഉണ്ടാക്കിയിട്ട് ഞാൻ വിളിക്കാം. പൊയ്ക്കോ. അപ്പോ ഹൽവയ്ക്ക് 2 ക്യാരറ്റ്, ജ്യൂസിന് 3, വറ്റലിന് 1. അത് വലുതിരിക്കട്ടെ. പായസത്തിന് 2, സാലഡിന് 1. അതെ, ഇതെല്ലാം ഉണ്ടാക്കി തരുന്നതിന് എനിക്കൊരു ക്യാരറ്റ്. അപ്പോ മിച്ചം 1. ഇപ്പൊ എത്ര ക്യാരറ്റായി? എനിക്കറിഞ്ഞൂടാ. അയ്യേ, ഇനി എന്നാ കൂട്ടാൻ പഠിക്കുന്നേ? ഒന്ന് കൂട്ടി പറഞ്ഞേ. ഇന്ന് ക്യാരറ്റ് ഹൽവ. അതിന് 2 എണ്ണം മാറ്റി വെച്ചേ. 1, 2. എനിക്ക് ഹൽവ വേണ്ട. എന്നാ വറ്റലിനുള്ള ഒരു ക്യാരറ്റ് കൂടി മാറ്റി വെച്ചു. ഇപ്പൊ എത്രയായി? 1, 2, 3. അപ്പോ 2ഉം 1ഉം 3. നാളെ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കും. ജ്യൂസിന് 2 ക്യാരറ്റ് വേണം. ദാ ക്യാരറ്റ്. ഇപ്പൊ 2ഉം 3ഉം എത്രയായി? 3, 4, 5. 5. അമ്മ ഇന്ന് ജ്യൂസും ഹൽവയും മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോ എത്ര ക്യാരറ്റ് വേണം? ജ്യൂസിന് 2, ഹൽവയ്ക്ക് 2. 1, 2, 3, 4. 2, 2, 4 ക്യാരറ്റ് വേണം. ഹാ, മിടുക്കൻ. അപ്പോൾ വറ്റല് കൂടി ഉണ്ടാക്കിയാൽ 4ഉം 1ഉം 5 അല്ലേ അച്ഛാ? മിടുക്കി. നമ്മൾ നാളെ പായസം വെക്കുന്നു. അതിന് 2 ക്യാരറ്റ് വേണം. ഇപ്പൊ എത്രയായി പറഞ്ഞേ? 6, 7. 7. എനിക്ക് നാളെ സലാഡ് വേണം. സാലഡ്. അതിന് 1 ക്യാരറ്റ്. അപ്പോൾ 7, 8. 7, 1ഉം 8. അമ്മയുടെ 1 ക്യാരറ്റ്. 8ഉം 1ഉം 9. ഇനി 1 മിച്ചം. അപ്പോ ആകെ എത്ര ക്യാരറ്റായി? 9, 1, 10. മിടുക്കന്മാർ. നിക്കടാ അവിടെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10.
പണ്ടു പണ്ടൊരു നാട്ടിലുണ്ടൊരു കൊമ്പനാന, മിടുമിടുക്കൻ തടിമിടുക്കൻ കൊമ്പനാന. പണ്ടു പണ്ടൊരു നാട്ടിലുണ്ടൊരു കൊമ്പനാന, മിടുമിടുക്കൻ തടിമിടുക്കൻ കൊമ്പനാന. പുഴയിലെന്നും നീന്തി നീന്തി കുളിക്കുമാന, കറുകറുമ്പൻ കുറുകുറുമ്പൻ കൊമ്പനാന. പണ്ടു പണ്ടൊരു നാട്ടിലുണ്ടൊരു കൊമ്പനാന, മിടുമിടുക്കൻ തടിമിടുക്കൻ കൊമ്പനാന. പുഴയിലവൻ കുളിക്കുവാനായി പോകും നേരം, വഴിയിലവൻ തയ്യൽ കടയിൽ ഒന്നു നിൽക്കും. പുഴയിലവൻ കുളിക്കുവാനായി പോകും നേരം, വഴിയിലവൻ തയ്യൽ കടയിൽ ഒന്നു നിൽക്കും. തയ്യൽക്കാരൻ എന്നും അവനു പഴം കൊടുക്കും, പഴം തിന്നു മെല്ലെ അവൻ പുഴയിലെത്തും. പണ്ടു പണ്ടൊരു നാട്ടിലുണ്ടൊരു കൊമ്പനാന, മിടുമിടുക്കൻ തടിമിടുക്കൻ കൊമ്പനാന. ബം 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 ബം. ഒരു ദിവസം തയ്യൽക്കാരനു മുന്നിൽ വന്നവൻ, പഴത്തിനായി തുമ്പിക്കൈ നീട്ടിയ നേരം. ഒരു ദിവസം തയ്യൽക്കാരനു മുന്നിൽ വന്നവൻ, പഴത്തിനായി തുമ്പിക്കൈ നീട്ടിയ നേരം. തുമ്പിക്കൈയിൽ സൂചി കൊണ്ടൊരു കുത്തു കൊടുത്തു, ആനയെ പറ്റിച്ചയാൾ പയ്യെ ചിരിച്ചു. ബം 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 ബം. തിരികെയെന്നു കുളി കഴിഞ്ഞു പോരും നേരം, ആന തന്റെ തുമ്പിക്കൈയിൽ വെള്ളം നിറച്ചു. തിരികെയെന്നു കുളി കഴിഞ്ഞു പോരും നേരം, ആന തന്റെ തുമ്പിക്കൈയിൽ വെള്ളം നിറച്ചു. തയ്യൽക്കടതനുള്ളിലേക്ക് വെള്ളം ചീറ്റിച്ചു, തയ്യൽക്കാരൻ അങ്ങനെയൊരു പാഠം പഠിച്ചു. പണ്ടു പണ്ടൊരു നാട്ടിലുണ്ടൊരു കൊമ്പനാന, മിടുമിടുക്കൻ തടിമിടുക്കൻ കൊമ്പനാന. പുഴയിലെന്നും നീന്തി നീന്തി കുളിക്കുമാന, കറുകറുമ്പൻ കുറുകുറുമ്പൻ കൊമ്പനാന. ഹോ, എന്തൊരു തണുപ്പ്! ഇനി എൻ്റെ ചങ്ങാതിമാരെ കാണണമെങ്കിൽ നേരം വെളുക്കണം. ഉറങ്ങിയാലോ? അയ്യോ, അതിങ്ങോട്ടാണല്ലോ പറന്നു വരുന്നത്. അയ്യോ, അപ്പോ അത് തീക്കട്ടയല്ലേ? ഇതൊരു ജീവിയാണല്ലോ. ഇങ്ങനെയുണ്ടോ ജീവികൾ? തീക്കട്ടയ്ക്ക് ജീവൻ വെച്ച പോലെയുണ്ട്. നീ ആരാ? പേടിക്കണ്ട കേട്ടോ, ഞാൻ നിന്റെ ചങ്ങാതിയാ. അവൻ ചങ്ങാത്തം കൂടുവാ. ഞാനൊരു മിന്നാമിനിങ്ങ. ഓഹോ, ഞാൻ നിന്നെ കാണുന്നത് ആദ്യമായിട്ടാ. ഞാനും. നിന്റെ പുറത്തെന്താ, തീയാണോ?
ഇത് തീയല്ല, ഇത് വെളിച്ചമാണ്. ഞങ്ങൾക്കിങ്ങനെ വെളിച്ചമുണ്ടാക്കാൻ കഴിയും. ആണോ? ചങ്ങാതി, നീ എന്റെ കയ്യിലിരുന്നോ? നിന്റെ വെളിച്ചം പൊള്ളുമോ? അതിന് ഇത് തീയൊന്നും അല്ലല്ലോ, ചൂടില്ലാത്ത വെളിച്ചമല്ലേ. എന്റെ കൂട്ടുകാരെ കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കാമോ? കൂട്ടം തെറ്റിയാ ഞാൻ ഇവിടെ എത്തിയത്. അയ്യോ, കൂട്ടം തെറ്റിയോ? എങ്ങനെ? എല്ലാം ഞാൻ പറയാം. കുഞ്ഞുമിന്നി, നീ വരുന്നോ ഞങ്ങളുടെ കൂടെ? നമുക്കേ കുറച്ചു ദൂരം പറഞ്ഞിട്ട് വരാം, വാ. അമ്മേ, ഞാനും അവരോടൊപ്പം പോട്ടെ? അയ്യോ, വേണ്ട വേണ്ട, ദൂരെ പോയാലേ വഴി തെറ്റും. അമ്മേ, എനിക്ക് അവരുടെ കൂടെ പോണം. എന്റെ മോനെ, വലിയ പ്രകാശത്തിന്റെ മുന്നിൽ പെട്ടാൽ നിനക്ക് മറ്റുള്ളവരെ കാണാൻ കഴിയില്ല. നിനക്ക് വഴി തെറ്റും കുഞ്ഞേ. അമ്മേ, അവനെ ഞങ്ങൾ നോക്കിക്കോളാം. അവനും വരട്ടെ ഞങ്ങളുടെ കൂടെ. ശരി, പെട്ടെന്ന് എത്തണം. ഞാൻ ഇപ്പൊ ഇങ്ങെത്തും. നമുക്ക് അടുത്ത വയലിലേക്ക് പോയാലോ? 1, 2, 3. അയ്യോ അയ്യോ, ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. നമ്മൾ എവിടെയാണ്? അയ്യോ, രക്ഷിക്കണേ. എന്റെ കൂട്ടുകാരെ ഒന്നും ഞാൻ പിന്നെ കണ്ടില്ല. അവരൊക്കെ വഴിതെറ്റി എങ്ങോട്ടോ പറന്നു കാണും. ഞാൻ പറന്ന് ഇവിടെ എത്തി. വിഷമിക്കേണ്ട ചങ്ങാതി, ഞാൻ നിന്നെ വയലിലേക്ക് കൊണ്ടുപോകാം. നിന്നെ അന്വേഷിച്ച് നിന്റെ അച്ഛനും അമ്മയും അവിടെ വരാതിരിക്കില്ല. അവിടെ എത്താൻ ഇനി ഒത്തിരി ദൂരം പറക്കണോ? എന്റെ പുറത്ത് കയറിക്കോളൂ, ഞാൻ നിന്നെ അവിടെ കൊണ്ടാക്കാം. പൂപ്പി, നീ ആ വിളക്കിന്റെ അങ്ങോട്ട് പോകല്ലേ? ഇല്ല, ഞാൻ പോകില്ല. ചങ്ങാതി, അങ്ങോട്ട് നോക്ക്, ദേ 2 മിന്നാമിനുങ്ങകൾ. ശരിയാണ്, മിന്നുന്നത് കണ്ടിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരോ ആണെന്ന് തോന്നുന്നു. അയ്യോ, എന്റെ അച്ഛൻ, എന്റെ അമ്മ. അയ്യോ, എന്റെ മോനെ. ഇതാണ് എന്റെ ചങ്ങാതി പൂപ്പി. പൂപ്പിയാണ് എന്നെ രക്ഷിച്ചത്. പൂപ്പി, വളരെ നന്ദിയുണ്ട്. അനുസരണക്കേട് കാട്ടിയതിന് ഈ ശിക്ഷ. ഇനി എന്റെ അമ്മ പറയണതൊക്കെ ഞാൻ അനുസരിച്ചോളാം. പൂപ്പി, ഞാൻ പോട്ടെ? ശരി, നമുക്ക് ഇനിയും കാണാം. പൂപ്പി, ഇനിയും നമുക്ക് കാണാം. ഇനിയും കാണാം പൂപ്പി.